തിരോധാനം എന്ന് പറയല്ലേ ഇനിയെങ്കിലും. അദ്ദേഹത്തെ കൊണ്ടുപോയി കൊന്നതാണ്. പിന്നെ തിരോധാനം എന്ന് പറയുന്നത് എനിക്കൊരു ഇൻറ്റ്യൂഷൻ, അത് കാണാനില്ലാതെ ആയതല്ല, ആരോ തട്ടിക്കൊണ്ടുപോയതാണ്. ഒരു വിവരമില്ല, ഒന്നിനെ പറ്റി ഒരു വിവരമില്ല. അപ്പോ ഇതാരോട് പറയാൻ കൊള്ളൂ എനിക്ക് വല്ല. അങ്ങനെ ഇത് ജൂലൈ 30 പരാതി കൊടുത്ത് ആഗസ്റ്റ് 15 എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് മൊയ്തു മൗലവി ഇവിടെ വന്നു. രാമനിലയത്തിൽ മൊയ്തു മൗലവിക്ക് അന്ന് 108 വയസ്സുണ്ട്. മുഖ്യമന്ത്രി കരുണാകരൻ ഇരിക്കുന്ന മുറിയിലേക്ക് കടന്നു വരുന്നത് മൊയ്തു മൗലവി. കരുണാകരൻ ഞെട്ടി. എന്താ മൗലവി, എന്താ കാര്യം? ഒരു ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നല്ലോ. അതല്ല കരുണാകര, ഞാൻ ഇവിടെ വന്ന് പറയേണ്ട കാര്യമാണ്. അപ്പോൾ എന്താന്ന് ചോദിച്ചു. പറഞ്ഞിങ്ങനെ മൗലവിയെ കാണാനില്ല, ഈ കേസ് CBIക്ക് വിടണം എന്ന് റിട്ടൺ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. മൗലവി വന്നപ്പോൾ അത് വാർത്തയായി. ഉറപ്പല്ലേ? കാരണം കോഴിക്കോട്ട് നിന്ന് 108 വയസ്സുള്ള മൗലവി, ഇത്രയും പ്രധാനപ്പെട്ട ഒരാൾ. കരുണാകരൻ ശരിക്കും പറിച്ചു. കരുണാകരൻ എന്ത് ചെയ്തു? അത് ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. അങ്ങനെ ചെയ്യാമെന്ന് മൗലവിയോട് പറഞ്ഞു. ശരി, ചെയ്തു എന്നും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ടാണ് മൗലവിക്ക് ഇത് മനസ്സിലായത്. ഏത്? അപ്പോൾ മൗലവി ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മൗലവി വന്നതോടുകൂടി എൻ്റെ സംശയം ഒന്നുകൂടി ഉറച്ചു. കാരണം മൗലവിയുടെ ഒരു ബന്ധുവിനെയാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചത്. അപ്പോൾ മൗലവി അന്ന് കരുണാകരനോട് പറഞ്ഞു, ചേകനൂർ മൗലവി ഞാനുമായിട്ട് 100 അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞങ്ങളൊരു അകന്ന ബന്ധുക്കൾ, അതൊന്നല്ല വിഷയം, ഒരാളെ കാണാനില്ല, അത് നിങ്ങളിങ്ങനെ ലോക്കൽ പോലീസിനെ വിട്ടാൽ പറ്റും. അങ്ങനെ എനിക്ക് തീർച്ചയായി ഇയാളെ കൊന്നുപോയി, അതിനൊരു തെളിവില്ല. അപ്പം ഞാൻ ചെന്ന് KC നാരായണനോട് പറഞ്ഞു. അയാൾ അന്ന് വീക്കെൻഡ് നോക്കുക, 2ാമത്തെ ടേമിൽ. ഞാൻ പറഞ്ഞിടോ ഇങ്ങനൊരു സംഭവമുണ്ട്. KC ആകെ പരിഭ്രമിച്ചു. എന്താ താൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു തെളിവില്ല, എൻ്റെ ഒരു തോന്നലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു താനൊരു ലേഖനം കൊടുക്കണം, ഇതിൻ്റെ വാർത്ത വരില്ല, മാതൃഭൂമിയിലോ മനോരമയിലോ ഒരു പത്രത്തിലോ ഒരു ഇതിലും വരില്ല, അന്ന് ചാനലൊന്നും ആയിട്ടില്ല. അപ്പോൾ KC പറഞ്ഞു താൻ എഴുതി, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പം ഞാൻ ചോദിച്ചു ചിലപ്പോൾ തൻ്റെ ജോലിയായ പോട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു നാട്ടിൽ, ഒരാളിങ്ങനെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ അയാളെ കൊണ്ടുപോയി കൊല്ലുക. കേരളത്തിൽ ആദ്യത്തെ സംഭവം അത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യത്തെ ബലിയാടുന്നത് മൗലവിയാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഞാനല്ല ഈ ലേഖനം എഴുതേണ്ടത്, അഴീക്കോട് മാഷ എഴുതൂ. ഞാൻ പറഞ്ഞു നോക്കാം. അപ്പം ഞാൻ ഉടനെ KCയുടെ ഫോൺ എടുത്ത്, ലാൻഡ് ഫോണല്ലേ, മാഷ വിളിച്ചു. മാഷ വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട്. എനിക്ക് മാഷ ഒന്ന് കാണ്ടിരുന്നു. എന്താ പറയടോ? നമ്മൾ സാർ നേരിട്ട് പറയണ്ട. അല്ല താൻ പറഞ്ഞു താൻ കോഴിക്കോട് നിന്ന് ഇവിടെ വരണേ. അവൻ അത് സാറില്ല സാർ അവിടെ ഉണ്ടല്ലോ. ഞാൻ ഫോണിൽ അടുത്ത ബസ്സിന് പാഞ്ഞു കയറി ഞാനിവിടെ വന്നിട്ട് ഞാൻ മാഷോട് പറഞ്ഞു എൻ്റെ ബോധ്യം ഒരു തെളിവല്ല, കൊന്നുപോയി എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു സാർ ഒരു ലേഖനം എഴുതണം. എന്ത് ലേഖനം എഴുതുന്നു? ഇങ്ങനെ കാണാനില്ല, 3-4 മാസമായി, അത് അന്വേഷിക്കുന്നവന് സാറ് പറയുമ്പോൾ അത് കേരളം മുഴുവൻ ശ്രദ്ധിക്കും. ആയിക്കോട്ടെ ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, പുറത്തോട്ട് വരാം. അത് വേണ്ട, താൻ പോയിക്കോ, ഞാനത് മാതൃഭൂമിക്കാരോട് വിളിച്ച് ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞു. KC വിളിച്ച് KC പറഞ്ഞു താനവിടെ നിൽക്കണം, താനും കൂടെ പോരും. അങ്ങനെ മാതൃഭൂമിക്കാർ അന്ന് തന്നെ അഴീക്കോട് മാഷ വീട്ടിലൊന്ന് കളക്ട് ചെയ്ത് അടുത്ത ലക്കം വാരാന്ത പതിപ്പിലാണ് ആദ്യത്തെ ലേഖനം വരുന്നത്. എന്താണ്? ചേകനൂരിനെ കാണാനില്ല എന്ന് മലപ്പുറം ജില്ലയ്ക്ക് പുറത്തതിന് മുമ്പ് വാർത്തയില്ല. മാതൃഭൂമിയിൽ വരുന്ന മലപ്പുറം വാർത്തയാണ്. ഞങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ആ ജില്ലാ പേരിൽ എന്തോ ചെറിയൊരു 18 പോയിന്റ് ഹെഡിങ്ങിൽ ഒറ്റക്കോളം വാർത്തയാണ്. അങ്ങനെയാണ് സുകുമാർ അഴീക്കോട് എഴുതുമ്പോഴാണ് അത് എൻ്റെ സംഗതി വരുന്നത്. പിന്നെ ഒന്നുമില്ല, ആരും അതിനെ എതിർക്കൊന്നൊന്നുമില്ല. അത് ഈ മറ്റേ ഞങ്ങളവിടെ പറയും പോലെ കുളത്തിൽ കല്ലിട്ട മാതിരി അത് കഴിഞ്ഞു, പിന്നെ ഒരു ചലനമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലജ്ജ എന്നുള്ള നോവല് നിരോധിച്ചൊരു പ്രശ്നമുണ്ടായി ബംഗ്ലാദേശിൽ. അപ്പോൾ അവർ തസ്ലീമ നസ്രീൻ ഇവിടേക്ക് വരുന്നുണ്ട്, അവർ വരാൻ പാടുന്നുള്ള ചർച്ച നടക്കുന്നത്. അപ്പോൾ ഭാഷാഭൂഷണി അതിനെപ്പറ്റി ഒരു ലക്കം ഇറക്കുകയാണ്. അപ്പോൾ അതിൽ ലജ്ജ നിരോധിക്കേണ്ടത് തന്നെയാണെന്ന് പറയുന്ന 2-3 ലേഖനം അവർക്ക് കിട്ടി. അപ്പോൾ നിരോധിക്കേണ്ടെന്നായിരിക്കും എൻ്റെ അഭിപ്രായം എന്ന് അവർ വിചാരിച്ചിട്ട് അവരെന്നെ വിളിച്ചു. ഞാനന്ന് ഖത്തറില്ല, എന്നോട് പറഞ്ഞു എൻ്റെ ഒരു ലേഖനം വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പിന്നെ നാട്ടിൽ വന്ന് ലേഖനമൊക്കെ എഴുതി. ഞാൻ ഈ ലേഖനവും ചേകനൂരിൻ്റെ ഒരു ഫോട്ടോ ആയിട്ട്, മറ്റേ ഫോട്ടോ ഇല്ല, ചേകനൂരിൻ്റെ ഒരു ഫോട്ടോ സംഘടിപ്പിച്ച് ഞാൻ പോയി മനോരമയിൽ ചെന്ന്. അന്ന് അബുസാറാണ് അവിടെ റെസിഡൻറ്റ്. ഞാൻ പറഞ്ഞു ഭാഷാഭൂഷൺ നിങ്ങൾ ലേഖനം കളക്ട് ചെയ്യാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ലേഖനതാണ്, ഇതിൽ 2.5 പേജ് ചേകനൂരിനെ പറ്റിയുണ്ട്, ആ ഭാഗം കൂടി കൊടുക്കുമെങ്കിൽ മാത്രമേ ലേഖനം പ്രസിദ്ധീകരിക്കാവൂ, അല്ലെങ്കിൽ ലേഖനം തിരിച്ചു തന്നാൽ മതി. അപ്പോൾ അതിൽ തസ്ലീമ നസ്രീനില്ല തുടങ്ങിയതെങ്കിലും അതിൽ സൽമാൻ റഷീദി തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഭാഷാഭൂഷണിയിലാണ് എൻ്റെ ആദ്യത്തെ ലേഖനം വരുന്നത്. അപ്പോൾ അതിൽ ചേകനൂരിൻ്റെ ഫോട്ടോ അച്ചടിച്ചു വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തൊരു പണി, എന്നെ ഏത് മീറ്റിങ്ങിന് വിളിച്ചാലും നിവൃത്തിൻ്റെ ഞാൻ പോകും. ഐത്യോ സംസ്കാരമോ പുസ്തകപ്രകാശനോ എന്ത് പണ്ടറിയാൻ തിരക്കില്ല. കാരണം അവിടെയൊക്കെ എന്തെങ്കിലും സന്ദർഭം ഉണ്ടാക്കിയിട്ട് ഞാൻ ചേകനൂർ എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം, പക്ഷേ നേരമാഷം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ അബ്ദുൽ അസീസ് അദ്ദേഹം മരിച്ചുപോയി, സിറ്റി സെൻറ്ററിൻ്റെ. അവരെ കൂടി ഒരു പരിപാടി കഴിഞ്ഞ് PK റഹീമൊക്കെ ഉണ്ട്. അധ്യക്ഷൻ സാക്ഷാൽ കുമാരവള്ളി സാറാണ്. അന്ന് ആ പരിപാടി കൃഷ്ണനാരമാഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു വിഷയമാണ്. അപ്പോൾ എന്ത് വിളിച്ചാലും ഞാൻ ഇത് പറയും. അതിൻ്റെ ഒരു മാതൃക എന്താണെന്ന് വിചാരിച്ചാൽ അഴീക്കോട് മാഷ്
അങ്ങനെ ഒരു പണിയെടുക്കും. അദ്ദേഹം വളരെ മിടുക്കനാണ്. എപ്പോഴും ഏത് വിഷയം എങ്ങോട്ടും വളച്ചു കൊണ്ടുവരാനൊക്കെ അദ്ദേഹം നല്ല പ്രാപ്തിയാണ്. അപ്പോൾ അദ്ദേഹം സോൾഷനിസത്തിന്റെ കാര്യം, റഷ്യയിലെ മറ്റേ എഴുത്തുകാരന് സ്വാതന്ത്ര്യമില്ലാത്ത കാര്യമൊക്കെ എപ്പോഴും പറയും. കാരണം അന്ന് അദ്ദേഹം പുരോഗമന സാഹിത്യത്തിന്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അവസരം ഉണ്ടാക്കിയിട്ട് പറയും. എന്ന മാതിരി എന്നെ വിളിച്ചാൽ വേറെ എന്ത് പറഞ്ഞില്ലെങ്കിലും ചേകനൂർ എന്ന് കേൾക്കേണ്ട സ്ഥിതിയായി. ഇത് ഒഴിവാക്കാൻ പറ്റാതെയായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രധാന കാര്യം ചെയ്തത്, ഈ അദ്ദേഹത്തിന് 2ാം ചരമവാർഷികം ആയപ്പോൾ അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. MP കൃഷ്ണദാസ്, എൻ്റെ സീനിയർ, ഞങ്ങൾ ഒന്ന് ജോലി ചെയ്തു. കൃഷ്ണദാസിനെ ഞാൻ വിളിച്ചു. കൃഷ്ണദാസാണ് എഡിറ്റ് പേജ് നോക്കുന്നത്. ഞാൻ പറഞ്ഞു, കൃഷ്ണദാസ്, മാതൃഭൂമി ഇങ്ങനെ ചെയ്യരുത്. വീക്കെൻഡിൽ കേസ് ഒരു ലേഖനം കൊടുത്തത് മാതിരി അല്ലല്ലോ, എഡിറ്റ് പേജിൽ വരണ്ടേ. അപ്പോഴല്ലേ എൻ്റെ ഗൗരവം മാതൃഭൂമി അത് ഉയർത്തിപ്പിടിക്കുന്നാവുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സാധനം മാതൃഭൂമി കൊടുക്കണം, അല്ലെങ്കിൽ മാതൃഭൂമിക്ക് മാനക്കേടാണ്, എനിക്ക് മാനക്കേടായിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. കൃഷ്ണദാസ് പറഞ്ഞു, താൻ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ്, ഞാൻ ഇന്ന് വൈകുന്നേരം മീറ്റിങ്ങിൽ വെക്കട്ടെ, ഞാൻ തന്നെ വിളിക്കാമെന്ന്. 5 മണിക്ക് മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞു, കാരശ്ശേരി ഇങ്ങനെ ഒരു പരാതി മാതൃഭൂമിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ അവർ കൂടി തീരുമാനിച്ചു, കാരശ്ശേരി ഒരു ലേഖനം എഴുതുകയാണെങ്കിൽ കൊടുക്കാമെന്ന്. അങ്ങനെ ഞാനൊരു ലേഖനം എഴുതിയത് മുഖ്യമന്ത്രി വായിച്ചറിയുവാൻ എന്നാണ്. അന്ന് ആന്റണിയാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഇവരെ കാലം കഴിഞ്ഞു, കരുണാകരൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ലേഖനം ആണ് ശരിക്കും ഇതിലൊരു വലിയൊരു ഇതുണ്ടാക്കിയത്. ഞാൻ ആന്റണിക്ക് ഒരു കത്ത് അയച്ചത്. ആ കത്തിന് അദ്ദേഹത്തിന് ഒരു മറുപടി കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പ്രിന്റ് ചെയ്തൊരു മറുപടി അയച്ചു. യുവർ ലെറ്റർ ഡേറ്റഡ് സച്ച് ആൻഡ് സച്ച് ഈസ് ഫോർവേഡഡ് ടു സച്ച് ആൻഡ് സച്ച് ഡിപ്പാർട്ട്മെന്റ്. അതിൻ്റെ ഇടയ്ക്ക് ആന്റണി ഒരു വർത്തമാനം പറഞ്ഞു, ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ, സാഹിത്യകാരന്മാരൊന്നും വേണ്ട മാതിരി ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പം ഞാൻ ഈ കത്തിലത് എന്നാ പ്രതികരിച്ച് കളയാം, താങ്കൾ എന്താ ചെയ്യാന്ന് ഞങ്ങൾക്കൊന്ന് കാണാമല്ലോ എന്നുള്ള മട്ടിൽ. അതൊന്നും ആന്റണി കണ്ടായിട്ട് കാണിച്ചില്ല. പക്ഷേ ആന്റണി ഇത് CBIക്ക് വിട്ടു. അപ്പോൾ അതിനൊരു കാര്യം ഉണ്ടായി. അപ്പോൾ ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നില്ല, ഞാനൊരു അവകാശവാദം ഉന്നയിക്കല്ല, എന്നൊരു കഥ പറയാണ്. അപ്പോൾ അത് വരുമ്പോൾ CBI എടുക്കുമ്പോൾ നായനാരാണ് മുഖ്യമന്ത്രി. പിന്നെ ഇപ്പോൾ ചുരുക്കി പറയാണ്, ഞാൻ ആ കാലത്ത് ചെയ്ത ഒരു കാര്യം, 100 കാർഡ് മേടിച്ചു, 100 പേർക്ക് കത്തയച്ചു. എല്ലാവർക്കും ഒരു വാചകമാണ് എഴുതിയത് ചേകനൂരിൻ്റെ കാര്യത്തിൽ. EMSന് കത്ത് കിട്ടിയോടൻ മറുപടി അയച്ചു, പ്രിയപ്പെട്ട കാരശ്ശേരി, കത്ത് നന്ദി, മൗലവിയുടെ കാര്യം ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കരുണാകരൻ. അപ്പോൾ ദിവസം 2-3 ലേഖനം എഴുതുന്ന ആളാണ് EMS. ചിന്തയ്ക്ക് വേണം, ദേശാഭിമാനിക്ക് വേണം, വേറെ പത്രങ്ങൾക്കും വേണം. അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ചേകനൂരിൻ്റെ കാര്യം പറഞ്ഞ് ഒരു ലേഖനം പോലും ആ പേര് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ടോ? അദ്ദേഹം കളവ് പറയുന്ന ആളല്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് എഴുതി നിർത്തേണ്ട കാര്യമല്ലോ EMSനുണ്ടോ? അങ്ങനെ എനിക്ക് മനസ്സിലായി, ഇതിൽ ഒരാളുടെയും പിന്തുണ കിട്ടില്ല. ഞാൻ അതിൻ്റെ സമരത്തിന് പല കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ ഞാൻ ഈ മരിച്ചുപോയ വേണുഗോപാലപ്പണിക്കരോട് ഒരിക്കലും 100 രൂപ മേടിച്ചു എന്നുള്ളത് ഞാൻ സംഭാവന വാങ്ങിയില്ല. കാരണം എനിക്ക് സംഭാവന എന്നാൽ മറ്റൊരറിഞ്ഞാൽ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അത് എന്നോട് പലരും പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആ ലേഖനങ്ങളെ കൂടി സമാഹരിച്ചിട്ട് സക്കറിയുടെ അവതാരികയായിട്ടൊരു പുസ്തകം ഇറക്കി, ചേകനൂരിൻ്റെ രക്തം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. 2000-ലാണ്. അപ്പോൾ അന്ന് പലരും എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്യരുത്. അപ്പോൾ ഒരാൾ പറഞ്ഞു, തനിക്കൊരു വൈസ് ചാൻസലർ പോസ്റ്റ് വരാനുള്ളതാണ്, അതൊന്നും ഇങ്ങനെ കളയരുത്. ഞാൻ പറഞ്ഞു, അങ്ങനെ വല്ല ദുർമോഹൻ്റെ ഉള്ളിലുണ്ടായി തീർന്നോട്ടെ. വേറെ ഒന്നുണ്ട് പേര് വിളിച്ചു പറഞ്ഞു, കേട്ടോ തൻ്റെ മൂത്ത പെൺകുട്ടിയല്ലേ, അതിനെ കെട്ടിക്കണ്ടേ. അപ്പോൾ ഞാൻ അതിനെ കെട്ടിക്കണം. അപ്പോൾ ഇതൊക്കെ ഉള്ളൊരു ബാപ്പയുടെ മോളെ കെട്ടാനുള്ള ഒരാൾ കെട്ടിയാൽ മതി. അങ്ങനെ എത്രയോ കേട്ടോ, നേരെ പറയില്ല. ഒക്കെ അന്വേഷിച്ചു കാരശ്ശേരി. അപ്പം വരാമെന്ന് പറഞ്ഞാൽ പിന്നെ വരില്ല. അപ്പം എനിക്ക് മനസ്സിലാവും, ഇതിപ്പോൾ എൻ്റെ ഭാര്യ മക്കൾ അറിയാതെ കൊണ്ടുനടന്നൊരു കാര്യം. ഞാനിപ്പോൾ രഹസ്യം പറയാണ് മൈക്ക് വെച്ചിട്ട്. ഇതിപ്പോൾ വീഡിയോ ആയിട്ട് ഇപ്പോൾ ലോകം മുഴുവൻ പ്രചരിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വധഭീഷണി കത്തുകൾ വന്നിരുന്നു. ആരും തല്ലാനൊന്നും വന്നിട്ടില്ല. വരാഞ്ഞത് മിക്കവാറും ഒരടിക്ക് 302 ആവും വകുപ്പ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും. തല്ലാൻ വന്നിട്ടില്ല. ചിലർ എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. കത്ത് 4 വന്നു. അതൊക്കെ ഞാൻ ഫയലിൽ വെച്ചു. ഒരിക്കലും ഞാൻ KCയോട് പറഞ്ഞു, നാരായണോട് പറഞ്ഞു, എടോ വല്ലതും സംഭവിച്ചാൽ ഇങ്ങനെ 3-4 കത്ത് എൻ്റെ ഫയലിലുണ്ട്, അത് താനറിയാം. അപ്പോൾ അവനോട് വാർത്ത കൊടുക്കാം. ഞാൻ വേണ്ട. പോലീസ് കൊടുക്കാം. ഞാൻ വേണ്ട. പോലീസിലും വാർത്തയിലൊന്നും അത് വരണ്ട. എന്തോ സംഭവിച്ചാൽ താനത് ഓർത്താൽ മതി. ആ കത്തിപ്പോഴും എൻ്റെ ഫയലിലുണ്ടാവും. പിന്നെ ഒരിക്കലും ഒരു ഫോൺ വന്നു, നിനക്ക് ചേകനൂർ മൗലവിക്ക് എന്താ പറ്റിയെന്ന് അറിയണല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സ് ആരോ തമാശയ്ക്ക് വിളിക്കാൻ, അടുത്തത് നീയാണ്. അപ്പം ഞാൻ ചോദിച്ചു, സ്വന്തം പേര് പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാൾ ഫോൺ വെച്ചു. സ്വന്തം പേര് പറയാൻ ധൈര്യമില്ലാത്ത ഒരുത്തനാ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത് ഇത്രയേ ഉള്ളൂ. അപ്പം എന്നോട് പലരും ചോദിക്കും ഇങ്ങനെ. അപ്പം ഞാൻ പറയും, ഇതിന് ഇടയ്ക്ക് സ്ഥലമല്ല. ഒന്നിൽ നിങ്ങളിത് പറയാം, അല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ല. അപ്പം നിങ്ങൾ തല്ലുകൊള്ളാനും വെട്ടുകൊള്ളാനും ഒക്കെ തയ്യാറായിട്ട് ഇറങ്ങിയാലേ നടക്കുകയുള്ളൂ ഈ സംഗതി. അപ്പം അങ്ങനെ. അപ്പോൾ അവിടെ വേറൊരു കൊലപാതകം ഉണ്ടായിരുന്നു.
അപ്പോൾ അവർ വന്നിട്ട് എന്നോട് ചോദിച്ചു, അത് വളരെ അത്ഭുതകരമായ നിലമ്പൂർ കാട്ടിലാണ്, ഒരു പ്രത്യേകിച്ച് വിരോധമൊന്നും ശത്രുവൊന്നും ഇല്ലാത്തൊരു മനുഷ്യനെ ആരോ കൊന്നു തന്നെ ആൾക്ക് മനസ്സിലായില്ല. സംശയമുള്ള 10-12 പേരെ കൂടി എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഈ കേസ് വിടാതെ പിടിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ട്, എന്നാൽ പിന്നെ അത് ഒരു സ്ഥലത്തെത്തും. അങ്ങനെ 6-7 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നു. സാറേ, അത് എല്ലാം അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സാറ് പറഞ്ഞ മാതിരി ഞങ്ങൾ അങ്ങനെ നിന്നു, ഞങ്ങളെല്ലാവരും 2-3 പേര് നിന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇതെന്തോ ഒന്നാവുന്നവരെ ഞാനിത് വിടില്ല. അങ്ങനെയാണ് പിന്നെ കേസ് കൊടുത്താലും ഞാനില്ല കേട്ടോ, കാരണം അവരുടെ കൂടെയൊക്കെ ഞാനുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പിന്നെ ടെലിവിഷൻ ചാനൽ വന്നപ്പോൾ എനിക്ക് വളരെ എളുപ്പമായി. ഏഷ്യാനെറ്റ് വന്നപ്പോൾ ഏഷ്യാനെറ്റ് വലിയൊരു കാര്യം ചെയ്തു, നമ്മുടെ നീലിനാണ് ചെയ്തത്. ചേകനൂർ മൗലവിയുടെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുള്ളൂ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവിടെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹവ്വാമിയോട് മേടിച്ചൊരു ഫോട്ടോ ആണ്. അത് തന്നെ വെച്ചിട്ടാണ് ഞാൻ ചേകനൂരിൻ്റെ രക്തം എന്നുള്ള പുസ്തകത്തിന് കവർ ഉണ്ടാക്കിയത്. അത് ഫോട്ടോഷോപ്പിൽ വെച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഒരു ഇടിമിന്നലൊക്കെ അയച്ചിട്ട് അങ്ങനെ. അപ്പോൾ നീലൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇയാൾക്ക് തലശ്ശേരി ടൗൺ ഹാൾ വെച്ചിട്ട് ചേകനൂർ മൗലവിയെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ വീഡിയോ കിട്ടി, മൗലവിയുടെ പ്രസംഗം കിട്ടി. അത് ജോറായിട്ട് ഇവർ കൊടുത്തു. ആര്? ഏഷ്യാനെറ്റ്. അതോടുകൂടി ഏഷ്യാനെറ്റ് അന്ന് മലബാറിൽ മുഴുവൻ ആയിട്ടില്ല, തിരുവിതാംകൂറിലാണ്. പിന്നെ അത് വന്നു. പിന്നെ അവിടെ ഞങ്ങളൊരു പ്രതിജ്ഞയുടെ ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു, അജീതയൊക്കെ ഉണ്ടായിരുന്നു. വെച്ചാൽ ഞങ്ങൾ മരണം വരെ ഈ കോസിന് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ് കുറച്ചാൾ പ്രതിജ്ഞ ചെയ്തു. അത് ഞാനാണ് പ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തത്. അങ്ങനെ അതൊക്കെ ഭയങ്കരമായിട്ട് ഏഷ്യാനെറ്റ് അത് ഇതാക്കി. അപ്പോൾ ഇത് വലിയൊരു ഭൂലോക സമരം നടക്കുന്നുണ്ടെന്നൊരു ധാരണ അയാളുടെ മീഡിയയിലാണ്. 10 ആളില്ല, എൻ്റെ കൂടെ 10 ആളില്ല. എൻ്റെ സമയവും എൻ്റെ പോക്കറ്റിലെ ചില്ലറ എൻ്റെ അടുത്ത്. അങ്ങനെ ഇന്നാണെങ്കിൽ പിന്നെയും വലിയ പെൻഷനൊക്കെ ഉണ്ട്, അന്നൊന്നും വലിയ ശമ്പളമൊന്നുമില്ല. അങ്ങനെ കൂടിയാണ് നടന്നത്. അതിൽ തീർച്ചയായിട്ടും ഒരു പാർട്ടിയും അത് ഏറ്റെടുത്തിരുന്നില്ല. 17 കൊല്ലം നീണ്ടു നിന്ന ഈ പൗരാവകാശ സമരത്തിൻ്റെ ഒരു കാര്യവും 140 മെമ്പർമാരുള്ള കൂട്ടത്തിൽ പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തുള്ള ഒരു മെമ്പറും ആ പേര് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല സഭയിൽ. സ്പീക്കറോട് ചോദിക്കണ്ടേ? 25 കൊല്ലം മാസിക നടത്തിയ ഒരുത്തൻ, 18 പുസ്തകങ്ങൾ എഴുതിയ ഒരുത്തൻ, മഹാപണ്ഡിതനായ ഒരുത്തൻ, പരിഷ്കർത്താവായ ഒരുത്തൻ പ്രസംഗിച്ചതിൻ്റെ പേരിൽ അവനെ കാണാതെയായി. പിന്നെ CBI വന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നു, ലക്ഷദ്വീപ് നിന്ന് മറ്റോടത്തും മറിച്ചോടത്തൊക്കെ. ഒരാൾ ചോദിച്ചിട്ടില്ല. അരിച്ചു. അബ്ദുൽ നാസർ മദനിയുടെ പൗരാവകാശത്തിന് വേണ്ടി പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുള്ള 140 പേരും ഒരുമിച്ചു. 2 കാര്യത്തിനാണ് കേരള നിയമസഭയിൽ മെമ്പർമാർ ഒരുമിച്ചത്. ഒന്ന്, അവരുടെ ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കാനുള്ളത്. അതെല്ലാവരും LDF UDF സ്വതന്ത്ര വ്യത്യാസമില്ലാതെ കൈപൊക്കി പാസ്സാക്കി. പിന്നൊന്ന്, അബ്ദുൽ നാസർ മദനിക്ക് പൗരാവകാശം ഉണ്ടല്ലോ, വേണ്ടേ? ഇവന് വേണ്ട. ആർക്ക്? ചേകനൂരിന് വേണ്ട. കാരണം ചേകനൂർ എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് ഉറപ്പിക്കാവുന്ന ഒരു കാര്യശരിയുടെ വോട്ടുണ്ടാവും, വേറെ വോട്ടുണ്ടോയെന്ന് നിശ്ചയില്ല. അപ്പോൾ ആർക്കത് വേണ്ടത്? വോട്ടില്ലാത്തവന് ആർക്ക് വേണം? അപ്പോൾ ആനയ്ക്ക് വോട്ടുണ്ടെങ്കിൽ ഇതല്ല പ്രശ്നം. ആനയോട് കാണിക്കുന്ന ഈ അന്യായം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ 100 അന്യായം കാണിക്കില്ലേ പൂരെന്നൊക്കെ പറഞ്ഞിട്ട്, ഈ പാവം ആനയെ സ്നേഹിക്കാത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെയാണ് സ്നേഹിക്കൽ. നായയെ സ്നേഹിക്കുകയാണ്. എങ്ങനെ? അതിന് ഇണ വേണ്ട, അതിനെ കാസ്ട്രേറ്റ് ചെയ്യും. 10-15 കൊല്ലം ഒരു നായ ജീവിക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെ ഈ സ്നേഹം എന്താന്ന് തന്നെ മനുഷ്യന്മാർക്ക്. തത്തയോട് സ്നേഹമാണ്, അതിനെ കൂട്ടിലിട്ടിരിക്കുക. തത്തയോട് സ്നേഹം ഉണ്ടെങ്കിൽ വേറെ എന്ത് ചെയ്താലും അതിനെ കൂട്ടിലിട്ടരുതല്ലോ. അത് പറന്ന് നടക്കുന്നൊരു അല്ലേ, ഒരു പറവയെ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ വിടുകയാണ് സ്നേഹം എന്ന് തിരിയാത്ത ആളുകളാണ് ഇവിടെ നിന്നല്ല, ലോകം മുഴുവൻ. ഇവിടെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആനയാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആനയുടെ കാര്യം പറയുന്നത്. ഈ അവനവനെ പറ്റി പറഞ്ഞാൽ ഒരു 10-30 മിനിറ്റ് കഴിയുമ്പം അത് വലിയ ആത്മപ്രശംസയായിപ്പോവും. അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞായിട്ട് ഞാൻ പഠിച്ചത്. ആത്മപ്രശംസ ആത്മഹത്യയാണ് എന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ. അത് ശരിക്കും ആത്മഹത്യ തന്നെയാണ് കേട്ടോ. ശരിയൊന്നും അദ്ദേഹത്തെ അടിച്ചിട്ടില്ല. തലശ്ശേരിയിലുണ്ടായത് ഞാൻ പറയാം. അപ്പം അദ്ദേഹം സംസാരിക്കുമ്പം ഒരാൾ പിന്നെ മിണ്ടാതിരിക്കടാ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. വേറൊരാൾ സ്റ്റേജിലേക്ക് കയറി വരുന്നു. ഒരാൾ നീ പറഞ്ഞ എന്താ തെളിവ് എന്നൊക്കെ ചോദിക്കുന്നു. അല്ലാതെ അടിക്കുന്നൊന്നുമില്ല. മൗലവിയുടെ പല മീറ്റിങ്ങും അക്രമിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നും അടിയൊന്നുമില്ല. ഈ കേസിലെ പ്രതികൾ 12 പ്രതികളാണുള്ളത്. ഈ 12 പേരും AP അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളാണ്. അതിലൊരു കാര്യം, അവർ നടത്തുന്ന പൂങ്കാവനം എന്നൊരു മാസികയുണ്ട്, ഒരു വനിതാ മാസികയാണ്. ആ പൂങ്കാവനത്തിൻ്റെ മാനേജറാണ് ഇതിലെ 1-ാം പ്രതി. അതാണ്. മറ്റിപ്പോൾ ആരാണ് ചെയ്തത്, ആരാ ഗൂഢാലോചന നടത്തി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിനൊരു സംഭവം ഉണ്ടായത്, വേറെ ഒരു രഹസ്യം കൂടി ഇപ്പോൾ പറയാം. മൈക്കുണ്ടല്ലോ, പിന്നെ എന്ത് എളുപ്പമായിട്ട് രഹസ്യം പറയുന്നത്.
CBI എന്നെ ചോദ്യം ചെയ്തു. CBI ഒരു DYSP ഒരു ആളെടുത്ത് പറഞ്ഞയച്ചു, ഇങ്ങനെ ഞങ്ങൾ ഇതയക്കണ്ടല്ലോ, മാഷൊന്ന് വരണം. അപ്പോൾ പറഞ്ഞ ആൾ ആധികാരികമായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകൻ പ്രിയ ഗുരുനാഥൻ വേണുഗോപാൽ പണിക്കരെയും കൂട്ടിപ്പോയി. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, ഇങ്ങനെയാണ്, എന്നെ അറസ്റ്റ് ചെയ്യുക വല്ലതും ഉണ്ടാകാൻ സാറ് പുറത്ത് വിവരം പറഞ്ഞാൽ, സാറ് പരിഭ്രമിക്കേണ്ട, വിവരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് അവിടെ ഇരിക്കുമ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഗുരുനാഥനാണ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്, വേണുഗോപാൽ പണിക്കരാണ്. അപ്പം വർത്തമാനമൊക്കെ പറഞ്ഞു. ഒരു ചായ കുടിച്ചപ്പോൾ അദ്ദേഹം വേണു സാറോട് ചോദിച്ചു, സാറൊന്ന് പുറത്തേക്ക് ഇരിക്കും, ഞങ്ങൾക്ക് കാരശ്ശേരിയോട് ചില വ്യക്തിയുടെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് പുറത്തവിടെ ഇരുന്നോന്ന് പറഞ്ഞു. കാരണം എന്നെ ഒരു ചെയ്താൽ അറിയാനൊരാൾ വേണ്ട പുറത്ത്. അപ്പോൾ ഒരു പോലീസുകാരെങ്ങനെ ഇരിക്കുക, എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, എൻ്റെ മുഖം എപ്പോഴാണ് വിവരണമാവുന്നത്, എപ്പോഴാണ് ഞാൻ കണ്ണുരുട്ടുന്നത്, എപ്പോഴാണ് ഞാൻ നിലവിളിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇവരിങ്ങനെ എന്നെ ചോദ്യം ചെയ്യാണ്, നിങ്ങൾക്ക് എന്തായാലും കാര്യം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പൗരാവകാശ പ്രവർത്തകനാണ്, നിങ്ങൾക്ക് എന്താണ്. അപ്പോൾ ഞാൻ അന്ന് ഭാഷാഭൂഷണിൽ എഴുതിയൊരു കാര്യം, ഇദ്ദേഹം ധാരാളം രൂപ കടം വാങ്ങിയിട്ട് കടം പെരുകിയിട്ട് കടന്നുപോയി എന്ന് മാധ്യമം സ്ഥിരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കണേ. ഇദ്ദേഹം സാമ്പത്തികമായ കാര്യങ്ങൾ ഇദ്ദേഹം മോശമാണ്, ചീത്തപ്പേര് ഇദ്ദേഹത്തിന് നേരത്തെ ഉണ്ട്. അത് സത്യമാണല്ലോ എനിക്കറിയാം, ചീത്തപ്പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ മുഴുവൻ ചേകനൂർ എന്ന് പറയുന്നത് എടപ്പാളിനടുത്തൊരു ഗ്രാമമാണ്, അവിടെ ഇങ്ങനെ 3-4 ഗ്രാമങ്ങൾ, മാത്തൂർ, മാണൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ മുഴുവൻ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിന് കടമുണ്ട്, അത് ബാങ്കിലാണ്. അത് നാടുകടന്ന് പോയാൽ ബാങ്കുകാർക്ക് സൗകര്യമാവുന്നില്ല. അപ്പം ഞാൻ അതിൽ എഴുതി, ഒരാളെങ്കിലും ചേകനൂർ എന്നോട് ഇത്ര രൂപ വാങ്ങി പറ്റിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. അപ്പോഴാണല്ലോ നമുക്കിത് മനസ്സിലാവുക അത് സാമ്പത്തികമാണോ അല്ലേ. മാധ്യമം പിന്നെ അത് ആ റിപ്പോർട്ട് റീപ്രൊഡ്യൂസ് ചെയ്തില്ല, അവർ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ്, അത് തീർന്നു. അപ്പോൾ എന്നോട് DYSPക്കാണ് നിങ്ങൾ എന്താ അന്വേഷിക്കാൻ കാരണം. ഞാൻ പറഞ്ഞു, ഞാൻ ഈ കോസിൻ്റെ കൂടെയാണ്. ഏത് കോസിൻ്റെ? മനുഷ്യൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം വേണമെന്നുള്ള കോസിൻ്റെ കൂടെ. അങ്ങനെ ഒരുപാട് ചോദ്യം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം അയാൾ എന്നോട് പറഞ്ഞു, കാന്തപുരത്തിനെ പേടിച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ തുറന്ന് പറയാത്തത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഇൻറ്റഗ്രിറ്റി ക്വസ്റ്റ്യൻ ചെയ്യണം, അത് ഞാൻ അനുവദിക്കില്ല. കാന്തപുരത്തെ പറ്റി മെനയാന്ന് കോഴിക്കോട് ടൗൺ ഹാളിൽ പ്രസംഗിച്ച ഒരാളാണ് ഞാൻ, അതെനിക്ക് അന്വേഷിച്ചറിയാം. ഈ വർത്തമാനത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, നിങ്ങളത് രേഖപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ സോറിയൊക്കെ പറഞ്ഞ് പിൻവലിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവസാനം എന്നോട് ചോദിച്ചു, ഞങ്ങൾ ഇനി ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അതെന്താ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് ആദ്യം പറഞ്ഞെന്താ, ഞാൻ ഈ കേസിൽ പ്രതിയല്ല, സാക്ഷിയല്ല. ഞാൻ എന്തിനാ വരുന്നത്? പിന്നെ ഇത് തെളിയണം നിങ്ങളെ മാതിരി തന്നെ എനിക്കുണ്ട്, അതിനെ അങ്ങോട്ട് സഹകരിക്കാം. അപ്പം ഞാനിവിടെ പ്രൊഫസറാണ്, എനിക്ക് അവിടെ പണിയുണ്ട്, എന്ന് ഇങ്ങോട്ട് നടക്കാൻ പറ്റില്ല. നിങ്ങൾ അങ്ങോട്ട് വന്നു, നിങ്ങളതിന് ശമ്പളം വാങ്ങുന്ന ആളല്ലേ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ സംസാരിക്കാം, എൻ്റെ അടുത്ത് എന്ത് രേഖ ഉണ്ടെങ്കിൽ തരാം, അതിനൊരു ബുദ്ധിമുട്ടില്ലെന്ന് തന്നെ കൈ കൊടുത്ത് പിരിഞ്ഞു. അപ്പം നേരത്തെ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, മാഷിത് ലേഖനത്തിൽ എഴുതുകയോ പ്രസംഗത്തിൽ പറയുകയോ പുറത്തറിയിക്കുകയോ ചെയ്യരുത്. ഞാൻ യെസ് എന്ന് അബദ്ധവശാൽ പറഞ്ഞുകൊണ്ട് അന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ആ കേസ് നടക്കുന്ന കാലത്തൊന്നും ഇങ്ങനെ എന്നെ ചോദ്യം ചെയ്ത് ഇവരാർക്കും അറിയില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ടാണ്.